ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആൻസർക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയാം. അത്യാവശ്യം നല്ല പോലെ ഉണ്ടായിരുന്ന എക്സാം ആയിരുന്നു. നമ്മുടെ എക്സാം എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈവിൽ പറഞ്ഞതാണ്. നമ്മുടെ എക്സാം എങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി, ഒരു സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം പ്രതീക്ഷിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സാമും അതേ ലെവലായിരുന്നു, സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം. ഈ സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇന്നലത്തെ ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു, കോവിഡിൻ്റെ മുൻപുള്ള പാറ്റേൺ എന്താണ്, ബിഫോർ കോവിഡ് അഥവാ കോവിഡിൻ്റെ മുൻപുള്ള പാറ്റേണിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന് പറയും. സെയിം അതുപോലെ തന്നെ നമ്മുടെ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലെവൽ എക്സാം ആയിരുന്നു നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിലെല്ലാത്തിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ട 8 ആൻസർ ചെയ്യാൻ മതി. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് 10 എണ്ണത്തിൽ 10 ചോദിച്ചാൽ 10 ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ പോലും നമുക്കതിൻ്റെ ബാക്കിയുള്ള ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരുന്നു? കഴിഞ്ഞ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മോഡൽ എക്സാമിന് ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു. കാർവേ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ചെറുകിട വ്യവസായങ്ങൾ അഥവാ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ബന്ധപ്പെട്ടാണല്ലേ. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. മലയാളത്തിലുണ്ട് ചോദ്യം, എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർവേ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്, ചെറുകിട വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്വസ്റ്റ്യൻ മലയാളത്തിലും ഇംഗ്ലീഷിലും വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട് വേറെ ഒന്നുമല്ല. നമുക്ക് ആ ഒരു ഉപകാരം ഇന്നത്തെ ചോദ്യത്തിൽ എന്തായാലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും കാര്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലോക ബാങ്ക് നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്. IMF അല്ല, RBI അല്ല, WTO അല്ല, പിന്നെ അതാണ് IBRD. ഓക്കെ, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്ന വേൾഡ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ നെയിമായിട്ട് വരുന്നത് IBRD ഉണ്ടോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്തായിരുന്നു, ഓപ്ഷൻ C ആയിരുന്നു, അഥവാ IBRD ആയിരുന്നു നമ്മുടെ ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇൻ ഇന്ത്യ ദ കറൻറ്റ് പോവർട്ടി എസ്റ്റിമേറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മെത്തഡോളജി. ഇതായിരിക്കും ഭൂരിഭാഗം പേർക്കും സംശയം വന്നിട്ടുണ്ടാവുക. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പോവർട്ടി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിലവിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഇപ്പോഴും 2400 കലോറി, അതേപോലെ 2100 കലോറി എന്നാണ്. 2400 കലോറി ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിൽ 2100 കലോറി എന്നാണ്. ഇത് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ടാസ്ക് ഫോഴ്സ് ആണ്. പക്ഷേ അവരുടെ കുറിച്ചൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ തന്നിരിക്കുന്ന ഉത്തരത്തിൽ ശരി ഉത്തരം വരാൻ ചാൻസ് ഉള്ള ആരാണ്? അലാ കമ്മിറ്റി കേട്ടോ. വൈക്ക അലാ കമ്മിറ്റിയിലാണ് പിന്നെ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈക്ക അലാ കമ്മിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ A ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ബാക്കി ഏതുമല്ല. ഒരു പക്ഷേ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വലിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതായത് VM ഡണ്ടേക്കർ ആൻഡ് ആർരാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ മിക്കവാറും പേർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഈ ഉത്തരം വരാനായിരിക്കും സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി കൊടുത്താണ്. നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് രംഗരാജൻ കമ്മിറ്റിയുടെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ A ആയിരുന്നു നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിലവിലെ ദാരിദ്ര്യം കണക്കാക്കുള്ള രീതിശാസ്ത്രം ശുപാർശ ചെയ്തവരാണ് അലാ കമ്മിറ്റി കേട്ടോ, വൈക്ക അലാ കമ്മിറ്റി. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, ഗ്രാമീണ മേഖല എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന ഏറ്റവും ഉന്നതിയുള്ള സ്ഥാപനം. നമുക്കറിയാം ഗ്രാമീണ മേഖല എല്ലാ ധനകാര്യ പ്രവർത്തനവും ഏകോപിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? നമ്മൾ ഇന്നലെ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്ന പോയിന്റ് നബാർഡാണ് കേട്ടോ. നബാർഡാണ് നമ്മുടെ ഉത്തരം വരിക. കാരണം ഗ്രാമീണ മേഖല എല്ലാ കാര്യങ്ങളും ഏകോപിക്കുന്ന അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഉയർന്ന സ്ഥാപനം ഏതാണ്? നബാർഡ്. ഓപ്ഷൻ D ആണ് നമ്മുടെ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതായത് സ്വന്തമായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാൾ, അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ സ്വയം ഒരു സ്ഥാപനം നടത്തിയിരുന്ന ഒരാൾ, അല്ലെങ്കിൽ റെഗുലർ സാലറിഡ് നിത്യേന ഒരു തൊഴിലുണ്ടായിരുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു, ആ ജോലി വിട്ടിട്ട് അയാൾക്ക് അതൊന്നും അല്ലാതെ ക്യാഷ്വൽ വേജ് എന്ന് വെച്ചാൽ കൂലിപ്പണിക്കാരനായിട്ട് മാറുന്ന അവസ്ഥക്ക് പറഞ്ഞു വരാൻ തന്നെ. ഇത് വായിച്ചിട്ട് മനസ്സിലാകാത്തവർക്ക് എന്ത് ചെയ്യാം, മലയാളം വായിച്ചു നോക്കായിരുന്നു. സ്വയം തൊഴിൽ ചെയ്യുന്ന ആളായിരുന്നു അയാൾ, അല്ലെങ്കിൽ സ്ഥിര വരുമാനക്കാരനായിരുന്നു. അപ്പോൾ അവരെന്താണ്, താൽക്കാലിക കൂലി തൊഴിലാളികളായിട്ട് മാറുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പഠിച്ച ഒരു പേരുണ്ട്. എന്താണ് അതിന് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന തൊഴിൽ ശക്തിയുടെ താൽക്കാലികവൽക്കരണം, അതല്ലെങ്കിൽ ഓപ്ഷൻ C എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ഇവിടെ ഇംഗ്ലീഷിലാണെങ്കിൽ ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ് നമ്മുടെ ശരി ഉത്തരം കേട്ടോ. ഇനി ആറാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ. ആ നോട്ട് പലരും കണ്ടിട്ടുണ്ടാവില്ല, നോട്ട് പലരും ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലാത്തത് ചോദിച്ചല്ലേ. ഫോളോയിങ് ഫാക്ടർ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ. ഭൂമിയുടെ ഈ പറഞ്ഞ മണ്ണിൻ്റെ ശോഷണത്തിന് കാരണമല്ലാത്തതാണ് ചോദിച്ചത്. മലയാളത്തിൽ നോക്കി നിങ്ങളുടെ താഴെ പറയുന്നതിൽ ഭൂമിയുടെ അപജയത്തിന് കാരണമാകാത്തത് കണ്ടല്ലോ, അതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിലെ കീവേഡ് ഡീകോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാരണമാകാത്ത ഏതാണ്? നമുക്കറിയാം, മണ്ണ് സംരക്ഷണ മാർഗ്ഗങ്ങൾ എന്തെയില്ല, ഒരിക്കലും കാരണമാവില്ല. അതുകൊണ്ട് ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ വരിക. അഡോപ്ഷൻ ഓഫ് സോയിൽ കൺസർവേഷൻ മെഷേഴ്സ് ആണ് നമ്മുടെ ഉത്തരം വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള ചോദ്യം നോക്കാം. ബാക്കി ഏഴാമത്തെ ചോദ്യം ഉണ്ടോ ഫസ്റ്റ് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, എ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡാറ്റ. ഈ പറഞ്ഞ പേഴ്സണൽ ഇൻ്റർവ്യൂ അതിൽ വരില്ല, അത് പ്രൈമറി ഡാറ്റയാണ്. ടെലിഫോൺ ഇൻ്റർവ്യൂ പ്രൈമറി ഡാറ്റയാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രൂ മെയിൽഡ് ക്വസ്റ്റ്യൻ അതും പ്രൈമറി ഡാറ്റയാണ്. പിന്നെ അത് ഉത്തരം വരിക സെൻസസ് റിപ്പോർട്ടാണ് നമ്മുടെ ഉത്തരം വരിക. ഓപ്ഷൻ D ആണ് ഉത്തരം വരിക, സെൻസസ് റിപ്പോർട്ടാണ് നമ്മുടെ ഉത്തരം. ഇനി എട്ടാമത്തെ ചോദ്യം, സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർഗീകരണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കാൻ പറയാം. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക, അടുത്ത ഭാഷയിൽ വായിച്ചു നോക്കുക. അപ്പോൾ മലയാളത്തിൽ നമുക്ക് വായിച്ചു നോക്കി ഇത് കിട്ടും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ ടൈം,
സമയത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്രോണോളജിക്കൽ എന്നാണല്ലേ, ക്രോണോളജിക്കൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രോണോളജിക്കൽ എന്നതിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് എന്ത്, ടെമ്പോറൽ എന്ന് പറയുന്നത്. ബാക്കി 3 നമുക്ക് അറിയുന്നത് തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മറ്റേത് ഉത്തരം കണ്ടെത്താൻ പറ്റും. ജോഗ്രഫിക്കൽ അല്ല വരുന്നതറിയാം, ക്വാളിറ്റേറ്റീവ് അല്ല എന്നറിയാം, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് എന്നറിയാം അല്ല എന്ന് പറയാം. പിന്നെ ഇതിൽ ടെമ്പോറലിൻ്റെ മലയാളം നോക്കിയേ കണ്ടോ, കാലാനുസൃതം ഉണ്ടല്ലോ, കാലാനുസൃതമായിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, R=1 ആണെങ്കിൽ, അഥവാ നമ്മൾ പറഞ്ഞിട്ട് കോറിലേഷൻ നമ്മൾ പറഞ്ഞില്ലേ, R=1 ആണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ എപ്പോഴും പറഞ്ഞായിരുന്നു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. എന്താണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, അഥവാ എന്താണ് പറയുന്നത്, പൂർണ്ണ പോസിറ്റീവ് സഹബന്ധം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരീരത്തിൽ വരിക, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, an index number which accounts for the relative importance of the item is known as. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് നമ്പറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, പക്ഷെ എന്താ പറയുക, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് പരസ്പരം കമ്പയർ ചെയ്യുന്നത് നമ്മൾ ആകെ ഒരേ ഒരു കേസിൽ പഠിച്ചിട്ടുള്ളൂ. അതേതാ, വെയ്റ്റഡ് ആഗ്രിഗേറ്റ് അല്ലെങ്കിൽ വെയ്റ്റഡ് ഇൻഡെക്സിലാണ് പഠിച്ചത് അല്ലേ. സിമ്പിൾ ആവറേജിൽ വരുമോ, ഇല്ല. സിമ്പിൾ ആഗ്രിഗേറ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടോ, ഇല്ല. കമ്പയർ എവിടെ ചെയ്യുന്നത്, നമ്മൾ ക്വാണ്ടിറ്റി വെച്ച് Q1 Q0 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത് വെയ്റ്റഡിൽ മാത്രമാണ്. അതുകൊണ്ട് 10ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തരാം, ഭാരിത സൂചികയാണ് വരിക. ഇതായിരുന്നു നമ്മുടെ 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ 10 നിങ്ങൾ 8 ശരിയാക്കിയാൽ മാത്രം മതി. 8ൽ 8 മാർക്കായിട്ട് നമുക്ക് മാക്സിമം കിട്ടിയത് മക്കളെ. നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടിയിട്ട് തൊട്ടതായെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കാണാത്ത ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. കാരണം എക്സാമിന് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലുള്ള എക്സാമാണ്, ഒരിക്കലും ഈസി എക്സാമല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് നല്ല പോലെ പഠിച്ച ആൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.